ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞു. സോ എക്സാമുമായി ബന്ധപ്പെട്ട ചർച്ചകളോടൊന്നും നമ്മൾ കടക്കുന്നില്ല, അതെല്ലാം കഴിഞ്ഞു. സോ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കട്ടെ, നല്ലൊരു കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം റിസൾട്ട് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് പ്രൊബബിൾ ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കുറേ മുന്നേ തന്നെ, എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞിരുന്നു. കാരണം അത് കൃത്യമായി അനാലിസിസ് നടത്തിയിട്ടായിരുന്നു ഞാനത് പറഞ്ഞിരുന്നത്. സോ കൃത്യമായി ആ ഒരു സമയത്ത് വന്നു എന്നുള്ളതാണ്. കാരണം അത് 2 വീഡിയോസ് നിങ്ങൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷത്തെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ഏത് ദിവസമായിരിക്കും എന്നുള്ള ഒരു കൃത്യമായ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, മോസ്റ്റ് പ്രൊബബിൾ ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. സോ അത് മാത്രമല്ല, ഇനിയിപ്പോൾ സേയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അതിനകത്ത് വരും. അപ്പം എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്നായിരിക്കും വരുന്നത്, അതുപോലെ തന്നെ റിസൾട്ടിന്റെ കാര്യങ്ങൾ ലിങ്ക്, അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ആക്കിയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കേണ്ട. ഒപ്പം തന്നെ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഒരുപാട് പേര് ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങൾ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ആകാൻ മറക്കേണ്ട. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു ദിവസത്തിലോട്ട് അതിനകത്ത് ഏതായിരിക്കുമെന്ന് നോക്കാം. സോ അതിനകത്ത് ഞാൻ ഡാറ്റ വെച്ചാണ് അനാലിസിസ് അതിനകത്ത് നടത്തിയത്. സോ നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷം ചെയ്തത്, അതായത് ജൂൺ 2024 കാര്യം നോക്കാം. ജൂൺ 20-നാണ് 2024 എക്സാം കഴിഞ്ഞത്. അപ്പം എന്നിട്ട് റിസൾട്ട് വന്നത് ജൂലൈ അതിനകത്ത് അതുപോലെ ജൂലൈ 11-നാണ് റിസൾട്ട് വന്നത്. ഇനി 2025 കാര്യം നമുക്ക് നോക്കാം. എക്സാം കഴിഞ്ഞത് ജൂൺ 27-ന്, റിസൾട്ട് വന്നത് ജൂലൈ 18 എന്ന് പറയുമ്പോൾ കൃത്യമായി 21-ാമത്തെ ആ ഒരു ദിവസം വന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ നമ്മുടെ ജൂലൈ 3-ന് എക്സാം കഴിഞ്ഞിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ജൂലൈ 24-ആണ് മോസ്റ്റ് പ്രൊബബിൾ ഡേറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ കാര്യങ്ങൾ മറക്കരുത്. ഒപ്പം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കോളൂ. പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.